പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ സൗഹൃദം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം തങ്ങൾക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ കൂട്ടായ്മയാകാം, ഒരു സഹായം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗളമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവിടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ, അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്ക് അങ്ങയെ എന്തുമാത്രം മധുരമായിട്ട് തോന്നുന്നു, എനിക്ക് അങ്ങയെ എന്തുമാത്രം ആരോഗ്യമായിട്ട് തോന്നുന്നു, എനിക്ക് അങ്ങയെ എന്തുമാത്രം സുഗന്ധമായിട്ട് തോന്നുന്നു, അത്രയും അങ്ങയുടെ മക്കൾക്ക്, ഞാൻ സംസാരിക്കുന്ന മക്കൾക്കും അതേ രീതിയിൽ തോന്നാൻ വേണ്ടി ഞാൻ അങ്ങയെ അവർക്ക് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാമായ ക്രിസ്തുവിനെ, എന്തിനും പോകുന്ന ക്രിസ്തുവിനെ, എല്ലാത്തിനും ചേരുന്ന ക്രിസ്തുവിനെ, എല്ലാത്തിനും മരുന്നായ ക്രിസ്തുവിനെ, അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ മക്കളും ലഭിക്കാനും അതുവഴി പരപിതാവ് മഹത്വപ്പെടാനും നീ ക്രിസ്തുവിനെ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടും ചേർത്തുകൊണ്ടും മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സമയബന്ധിതമായി നിൻ്റെ വിഷയത്തിന് മേൽ ദൈവം നിറവേറട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ആമേൻ. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പം അറിയുന്ന പിതാവ് പ്രതിഫലം നൽകും. അപ്പം ഈ പത്രോസ് നമ്മൾ ഇന്നലെ കണ്ടില്ലേ,
അങ്ങക്ക് എല്ലാം അറിയാമെന്ന് പറയണില്ലേ? അപ്പോൾ ഈ പ്രതിഫലം നൽകുന്നതിൻ്റെ പിന്നിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രൈവറ്റ് നോളജ് ഉണ്ട്. നിൻ്റെ അപ്പന് നിന്നെക്കുറിച്ച് ഇല്ലാത്തൊരു നോളജ്, നിൻ്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഇല്ലാത്തൊരു നോളജ്, നിൻ്റെ സഹപ്രവർത്തകർക്ക് ഇല്ലാത്ത നോളജ്, നിനക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു ഒരു സീക്രട്ട് നോളജ്. എന്താണ്? എൻ്റെ ദൈവത്തിന് അതിലാണല്ലോ ഈ ആൾക്കാർ ജീവിക്കണത്. ചില ആൾക്കാർ പറയാലേ, അറിയേണ്ടവൻ അറിയുന്നുണ്ട്, അങ്ങനെ അറിയുന്നില്ലേ? അതായത് ഇപ്പം എന്ത് സംഭവിച്ചാൽ ഞാൻ ഇപ്പം കണക്കെഴുതി വെക്കണം. ചില ആൾക്കാർ പേപ്പർ കണക്കെഴുതി, ചില കണക്കെഴുതത്തില്ല. കുടുംബത്തിന് വേണ്ടി അനിയനെ പഠിപ്പിച്ച കാര്യവും, പിന്നെ സ്വന്തം വൈഫിൻ്റെ കെട്ടുതാലി വരെ വിറ്റ് അനിയത്തിക്ക് പെങ്ങൾക്ക് ശ്രീധനം കൊടുത്ത കാര്യവും, ഇതൊന്നും അവസാനം വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പനും അമ്മയും ഓർക്കത്തില്ല, അറിയത്തില്ല. അവർക്കറിയാം, പക്ഷേ അവർ അത് പറയണമെങ്കിൽ മറ്റേ മക്കളുടെ തള്ളിപ്പറഞ്ഞ പോലെ ഇരിക്കും, ചേട്ടൻ്റെ കൂടെ നിൽക്കണ പോലെ ഇരിക്കും. അതുകൊണ്ട് ചേട്ടന്മാരാണ് മിക്കവാറും അപ്പന്മാർ തള്ളിക്കളയണത്. എന്നിട്ട് ഇതാണ് അവർ നിൽക്കുന്നത് ഇളയ മകൻ്റെ കൂടെ ആയിരിക്കുമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം. അപ്പോഴേ ഈ ചേട്ടൻ പറഞ്ഞൊരു വർത്താനാണ്. എന്താണ്? അപ്പനും അറിയത്തില്ല, പക്ഷെ അറിയേണ്ടവനൊക്കെ അറിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന്. ശരിയാ. എത്ര പേരുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ അറിയേണ്ടവ മാത്രം അറിഞ്ഞിട്ട് അതിൽ പടുത്തി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിൻ്റെ രഹസ്യങ്ങൾ അപ്പനറിയണമെന്ന് നിർബന്ധമില്ല. നീ കുടുംബത്തിന് വേണ്ടി ചെയ്തതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതും അമ്മയ്ക്ക് അറിയാൻ നിർബന്ധമില്ല. കാര്യം എന്താ? അമ്മയെ നോക്കിയാണ് നിൻ്റെ പഠനം നീ കളഞ്ഞത്. മക്കളെല്ലാവരും പോയി പഠിച്ചു, അവരെല്ലാം രക്ഷപ്പെട്ടു. അമ്മയെ നോക്കാൻ നിന്ന് നീ അവസാനം ഇപ്പോൾ അമ്മയുടെ ഓഹരി പോലും നിനക്ക് കിട്ടാത്ത കണ്ടീഷനായി. എന്താ കാര്യം? അമ്മയ്ക്കിപ്പോൾ ബോധമില്ല. ആരും അറിയത്തില്ല. അപ്പോഴാണ് നീ പറയണത് എന്താണ്? അമ്മക്ക് പോലും അറിയാൻ പാടില്ല, പക്ഷെ അറിയേണ്ടവൻ അറിയും, രഹസ്യങ്ങൾ അറിയും. ഇതുപോലെ പക്ഷെ ഇത് ചെയ്യുമ്പോൾ വെക്കണം ചെയ്യേണ്ടത്, ചെയ്യണ കാര്യങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തെ അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളും ദൈവം തമ്മിൽ മാത്രം അറിയാവുന്ന ഒരു പ്രൈവറ്റ് നോളജ്, ഒരു ഡയറി ഉണ്ടാകണം. ഒരു 3 വചനങ്ങൾ ബൈബിളിലുണ്ട് അങ്ങനെ. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:4. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതൊരു കാറ്റഗോറിക്കലായിട്ടുള്ള ബൈബിൾ അപ്രോച്ചാണ്. നിനക്ക് നിന്റെ ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. എൻ്റെ ദൈവപൈതലെ, നീയും ദൈവവും തമ്മിലുള്ള ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ ആസ്തിഭദ്രതയിൽ നിന്നാണ് നിനക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യം കിട്ടാൻ പോകുന്നത് എല്ലാ അവസ്ഥകളിലും. ക്ലേശകാലങ്ങളിലുള്ള ഓട്ടോമാറ്റിക് പ്രെയർ ആരും പറഞ്ഞു തരാതെ, ഇപ്പം നിൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥനാ സമയമാണെങ്കിൽ അല്ലെങ്കിൽ അമ്മ പറയണം എന്താണ് പ്രാർത്ഥനയോടെ തിരികെത്തിക്കുന്നത് പറയണം. അപ്പം നീ എന്താ പറയണം തിരിച്ച്? ഞാൻ ഈ പാഠം കൂടി പഠിക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ ദൈവം എന്താ ചെയ്യേണ്ടത്? നീ കാലിൽ പിടിച്ച് നിലത്തിട്ടടിക്കണം. എന്താ കാര്യം? നീ ജഡാരൂപിയിലാണ് വർക്ക് ചെയ്യണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അഭിഷേകമാണിത്, ഒരു അഭിഷേകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജഡാരൂപിയിലാണെങ്കിൽ ഇനി തള്ള ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമില്ല, നാശം, എനിക്ക് പഠിക്കാനുള്ള സമയം ഒരു പേജ് കൂടി പഠിച്ചാൽ മതിയായിരുന്നു, ആ സമയം കിട്ടിയതില്ല, ഇങ്ങനെ നിരാശപ്പെട്ട് അപ്പോൾ നീ വിചാരിക്കുക യു ആർ ഗൈഡഡ് ബൈ ദ വേൾഡ്ലി സ്പിരിറ്റ്. അങ്ങനെ അവിടെ അനുതാപപ്പെടണം. നമ്മൾ എപ്പോഴും സ്മിർനായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ നീ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണം. നീ അനുതാപപ്പെടുക. സ്മിർനായിലെ സഭ വെളിപ്പാടിൻ്റെ പുസ്തകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ വെളിപ്പാട് 3:2. ഉണരുക,
നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള അരൂപി ഡൈവേർട്ടായി പോയി, ലോകാരൂപിയിലാണ്, എപ്പോഴും മടുപ്പ് തോന്നുന്നുണ്ട്, കർത്താവിൻ്റെ കാര്യങ്ങളോട് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഗൈഡഡ് ബൈ ദി വേൾഡ് സ്പിരിറ്റ്. ഉടനെ തിരിച്ചു വരാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 3:2 വെളിപാട്. എന്താണ്? ആ വിഷയത്തെക്കുറിച്ച് അനുതപിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ലോകാരൂപിയാൽ നയിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിന്റെ നാമത്തിലെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വചനത്തിന് അനപേക്ഷണീയമായി അനുദപിക്കുന്നു. കർത്താവേ, നടപടി 11:18 പ്രാർത്ഥിക്കുന്നു. ജീവപ്രാപ്തിക്കുള്ള എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം. അരൂപിയിൽ നിന്ന് അരൂപിയിലേക്ക് കൽപ്പിച്ചിരിക്കുന്നതല്ല വെളിപാട് 3:2 പ്രവർത്തികള് പൂർത്തിയാക്കാനുള്ള അഭിഷേകം ചെയ്യണം. ദിവ്യകാരുണ്യത്തിന് ഈ അഭിഷേകത്തിൽ നിലനിൽക്കാനുള്ള ഒരു വകുപ്പും ഈ അനുതാപം തന്നെയാണ്. അനുതാപവും പ്രവൃത്തികളും. പ്രാർത്ഥന പോലും നിങ്ങൾ പ്രവൃത്തികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലായി? നമ്മൾ ചിലരുടെ പ്രാർത്ഥനയായിരിക്കാം, പക്ഷേ നിങ്ങൾ പറയേണ്ടത് ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് പറയണം. മനസ്സിലായേ? കൃപയാർജിക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യണം. അത് ചൊല്ലണ ഒരു രീതിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് മാക്സിമം എന്തുമാത്രം കൺവേർഷൻ സംഭവിക്കുന്നു, അത് നമ്മുടെ ഉടമ്പടിയുടെ ലക്ഷ്യമാണ്. ചൊല്ലുന്ന ഇപ്പം തന്നെ ഈ കൃപ റോയിയുടെ സാക്ഷ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കേൾക്കുമ്പോൾ രസം വെച്ചാൽ അവർക്ക് മനസ്സിലായി, ഏതായാലും ഉടമ്പടി അവർക്ക് ഹൈക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് ദൈവപ്രവർത്തനങ്ങളെ ഫാൻ ഇൻ ദി ഫ്ലെയിംസ് അല്ലേ. എൻ്റെ ഇപ്പോൾ 1 തിമോത്തി 2 തിമോത്തി 1:6 വായിച്ചേ. ശ്രുതികട്ടെ 2 തിമോത്തി 1:6 എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഒരു ചെറിയൊരു മിന്നലാട്ടം കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിജിലൻ്റ് ആകണം നമ്മൾ, അല്ലേ? ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടായി, നമ്മുടെ വിഷയത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ ദൈവം അതർ എൻഡിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ദ പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് ഫീൽ ചെയ്യും, കർത്താവ് അതർ എൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഗ്രസ് ദൈവത്തിൻ്റെ ഒരു സ്മെല്ലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കർത്താവ് സാന്നിധ്യം തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ? പിന്നീട് അത് ഫാൻ ആൻഡ് ഫ്ലെയിംസ് വീശി കത്തിക്കണം, ഊതി കത്തിക്കണം. അപ്പോൾ അവൾ എന്താ ചെയ്തിരിക്കുന്നത്? അവൾ നേരെ കൃപാറോയി നേരെ ഇവിടെ വന്നിട്ട് ഒരു കെട്ടിന് പകരം 3 കെട്ട് പത്രവും മേടിച്ചിട്ട് പോയി. കൃപാസന പത്രത്തിൻ്റെ പ്രത്യേകത എന്താ? അതിനെ ചൊല്ലിയല്ലേ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇഷ്യൂസ് ഉണ്ടാകുമല്ലോ, ഞങ്ങൾ ശരിക്കും ഒരു 10,000 ഇഷ്യൂസ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആണ് ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം? എന്താ സംശയം? എത്ര MD ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് സർവൻസും ഒക്കെയാണ് പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് ഇത് വിതരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പള്ളിമുറ്റത്ത് ചെല്ലുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാവും. കേരളത്തിൻ്റെ 1000 പേരാണ് ഒരു ദിവസം ഇത് കൊടുക്കുന്നത്. അത് ഡിവൈഡ് ഓഫ് അവർ ഇൻ സ്റ്റാറ്റസ്. കാരണം ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് സ്റ്റാറ്റസ് ഡി പ്രൊമോഷനിലാണ്. അതിൻ്റെ മക്കൾ കൃത്യമായിട്ട് എൻ്റെ മർമ്മം അറിയണം. എപ്പോഴും ഗ്രേസ്. നമ്മൾ ഉടമ്പടി ലക്ഷ്യം വെക്കണം എന്താ? ഉടമ്പടി ലക്ഷ്യം വെക്കണത് ഗ്രേസാണ്, നോട്ട് ബ്ലെസ്സിങ്സ്. ഉറപ്പല്ലേ? നമ്മൾ അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, പിന്നെ എന്താണ്? പവർ ഓഫ് ഗോഡ്. ഗ്രേസാണ് നമ്മൾ ലക്ഷ്യം വെക്കണത്, അല്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? ഇന്ധനമാണ്. കറണ്ടില്ല ഒരു ഫാൻ കറങ്ങിയാൽ പോരാ. നമുക്ക് ഫാൻ കറങ്ങിയാൽ മാത്രം മതി പോരല്ലോ. നമുക്ക് മിസ്സി വർക്ക് ചെയ്യണം, പിന്നെ എന്താണ്? ലൈറ്റ് വർക്ക് ചെയ്യണം, അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മൾട്ടിപർപ്പസ് ആകുമ്പോൾ ഒരിക്കലും നമ്മൾ ബ്ലെസ്സിങ്സിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഓപ്പറേഷനാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ്. ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്ന സിംഗിൾ ഓപ്പറേഷൻ ബ്ലെസ്സിങ്സ് അല്ല, അത് മൾട്ടിപർപ്പസിൻ്റെ പവർ ഓഫ് ഗോഡിലാണ്, ദൈവിക ശക്തിയിലാണ്. അപ്പോൾ ദൈവിക ശക്തി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. അതിലാണ് അതിൻ്റെ ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ചൊല്ലൽ മാറ്റിയിട്ട് ഉടമ്പടി എല്ലാ വിഷയങ്ങളും വാഗ്ദാനം പ്രാപിക്കാം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണത്. ചെയ്യുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കണത്? ചെയ്യുമ്പോൾ എന്ത് പറ്റും? പിതാവ് മഹത്വപ്പെടും. അപ്പം പിതാവ് മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം യോഹന്നാൻ 12:26 ശ്രുതികടെ ഹല്ലേലൂയ. യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കണ്ടില്ലേ? വേറെ ആരും അനുഗമിക്കണ്ടെന്ന് ഉറപ്പായില്ലേ? അല്ലേ? ആയിരം എത്രയും നീളമാതാ ചെല്ലുന്ന ആൾക്കാർക്ക് ഇവിടെ പ്രസക്തിയില്ല. ചുമ്മാ ചൊല്ലിക്കൊണ്ട് ഇരുട്ടത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. അനുഗമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. ശുശ്രൂഷിക്കുക എന്നുള്ള വേറെ വിഷയമാണ്. കർത്താവ് കട്ടൻ്റെയായിട്ട് പറഞ്ഞ കാര്യമാണ്. പ്രവൃത്തിയിലേക്കാണ് വന്നത്. പ്രാർത്ഥനയുടെ എണ്ണം കൂടുന്നതല്ല പ്രശ്നം. കർത്താവിൻ്റെ സുവിശേഷത്തിന് കർത്താവ് പറയുമ്പോൾ സമയത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എനിക്ക് സാക്ഷികളായിരിക്കും, ക്രിസ്തുവിന് സാക്ഷിയായിരിക്കും. അപ്പം കൃപാറോയി എന്താ പറയണത്? ഞാൻ ഈ പത്രം കൊണ്ടുവന്ന് ഓരോ വീട്ടിലും കൊടുക്കും. അപ്പോഴൊക്കെ അവരെന്നെ പരിഹസിക്കും, കളിയാക്കും. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും. മനസ്സിലായില്ലേ? ജഡാരൂപിയിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ അയ്യോ മനുഷ്യന്മാരെന്നാ വിചാരിക്കും, ഈ പേടി പണി നിനക്ക് വേറെ പണിയൊന്നുമില്ല, തലക്ക് പോസ്റ്റിലാണ്, എന്നാൽ അപ്പോൾ ഉളമ്പരെ പോയി അഡ്മിറ്റ് ചെയ്യാൻ പറയും. ദാറ്റ്സ് ഓക്കെ, അതാണ് അവർ പറയത്തുള്ളൂ. പക്ഷേ ഇത് തന്നെയാണ് നാട്ടുകാർ പറയണത്. ഈ പത്രം കൊണ്ടേ കൊടുക്കുമ്പോൾ പറയണത് അതാണ്. നിനക്ക് ഉളമ്പരെ പോയി വല്ല അഡ്മിഷൻ മേടിക്കാൻ പറ്റാൻ ചോദിക്കും. അതാണ് സംഭവം. പക്ഷേ അതിന് ഇവിടെ പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. എന്താണ് റെസ്പോൺസ്? അത് കേട്ടപ്പോൾ എനിക്ക് ആ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പരിഹാസം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയെന്ന്. അങ്ങനെ സന്തോഷം തോന്നുന്നത് എങ്ങനെയാണത്? അപ്പോൾ അപ്പോസ്തലിക് ബ്ലെസ്സിങ്സ് ഓൾറെഡി അവൾക്ക് കിട്ടിയെന്ന് അർത്ഥം. 5:41 നടപടി പുസ്തകം. ശ്രുതികടെ ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ നമുക്ക് അപമാനം സഹിക്കണമെങ്കിൽ ആകപ്പാട് ഒരു പ്രൊവിഷന് ക്രിസ്ത്യാനിക്ക് അപമാനം സഹിക്കാൻ ഈ ലോകത്ത് കർത്താവ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മൾ അപമാനം സഹിക്കണം വേറെ വല്ല കയ്യിരിപ്പ് കൊണ്ടാണ്, അതല്ല വിഷയം. ദൈവം അനുവദിച്ചു തന്നിട്ടുള്ള സംഭവമുണ്ട്. നമ്മൾ അപമാനം സഹിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത് എന്താണ്? ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ നാമം കൈയിട്ടിച്ച് കർത്താവ് ആർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഈ 12:16 26 വായിച്ചത്. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് വായിച്ചത്. ഒന്നുകൂടി വായിച്ചിട്ട് ഞാൻ തിരുത്താം. പറഞ്ഞേ. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അടുത്ത വായിച്ച്. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും. മനസ്സിലല്ലേ? അതായത് പിതാവ് ബഹുമാനിക്കുന്ന വെച്ചാൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ മഹത്വപ്പെടുത്തുന്ന എൻ്റെ അർത്ഥം ഇല്ലേ? പിതാവ് മഹത്വപ്പെടുത്തും. പക്ഷെ മഹത്വം പ്രാപിക്കുന്നതിന് എന്ത് വേണം? പിതാവ് നമ്മളെ മഹത്വപ്പെടുത്തുന്നത് എന്ത് തന്നുകൊണ്ടാണ്? കൃപ തന്നുകൊണ്ടാണ്. പിടിയിടിയ അതാണ് ലൂക്ക യോഹന്നാന്റെ സുവിശേഷം 1:14 വായിച്ചേ. ശ്രുതികടെ വായിച്ചേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ഈ മഹത്വം പിതാവ് ബഹുമാനിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും, മഹത്വപ്പെടുത്തും. ഈ മഹത്വത്തിൻ്റെ കണ്ടന്റ് എന്താണ്? 2 കാര്യം. വെറുതെ മഹത്വം ഉണ്ടാകത്തില്ല, 2 കണ്ടന്റ് ഉണ്ട് അതിന്. എന്താണ്? കൃപയും സത്യവും. മനസ്സിലായോ? കൃപ എല്ലാ മതങ്ങളിലും കൃപയെക്കുറിച്ചുള്ള പ്രസാദം അങ്ങനെ പല ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷേ ബൈബിൾ പറയുമ്പോൾ കൃപയെ ചേർത്ത് പറയുന്നത് സത്യം കൂടി ചേർത്ത് പറയും. അതാണ് വ്യത്യാസം. ബൈബിൾ അതിൻ്റെ കൂടെ സത്യം കൂടി ചേർത്ത് പറയും. കാര്യം നമുക്ക് ലഭിക്കുന്ന കൃപ അത് സത്യത്തിൽ അടിസ്ഥാനമായിരിക്കണം. കർത്താവിൻ്റെ സത്യമായ വചനം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി
നമ്മൾ നിറവേറ്റി കഴിയുമ്പോഴേ നമുക്ക് ലഭിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൃപാറുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയത്തില്ല, ഗ്രാമർ അറിയത്തില്ലെന്ന് പറഞ്ഞാണ്. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ എനിക്ക് മെറിറ്റില്ലെന്നാണ് പറഞ്ഞത്, അല്ലേ? എനിക്ക് മെറിറ്റില്ല, എൻ്റെ ബേസിക് ഇല്ല, ഇംഗ്ലീഷിൻ്റെ ബേസിക് ഇല്ലെന്നാണ്. ഇത് അവസാനിക്കുക എങ്ങനെയാണെന്ന് അറിയാമോ? അതൊക്കെ മുമ്പ് ഈ പത്രം കൊണ്ടുപോകുമ്പോൾ ഈ ആൾക്കാർ കളിയാക്കുമല്ലോ. അപ്പം അവരൊക്കെ കളിയാക്കുന്നെങ്കിലും ഇവിടെ കൊടുക്കും അത്. പക്ഷെ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടെ സ്വന്തമായിട്ട് പറയുന്ന സംഭവമുണ്ട്. അതായത് ഞാൻ ആ സാക്ഷ്യം വരുമ്പോൾ എനിക്ക് നിങ്ങൾ കേൾക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇത്ര ടിക്കറ്റ് ഒരു 24 hours അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 88 പേരിലേക്ക് സാക്ഷ്യം ഇങ്ങനെ പറന്നു പോയതിൻ്റെ കാര്യം എന്താ? അതാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ അതിൻ്റെ വിഷയം വെച്ചാൽ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവളുടെ ഒരു പേഴ്സണൽ കോൺട്രിബ്യൂഷനുണ്ട്. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് പേഴ്സണൽ കോൺട്രിബ്യൂഷനിലാണ്. നമ്മളെന്ത് ചെയ്യണത്? ഞങ്ങൾ ഇവിടുന്ന് പറയണത് എങ്ങനെ കുറച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ബൈബിളിൻ്റെ ഫോർമാറ്റ് അങ്ങനെ അല്ല. ഞങ്ങൾ ഇവിടുന്ന് പറയുന്നു. അപ്പം ഞങ്ങളിവിടുന്ന് പറയുന്നത് രോഗികളെ പോയി കാണണം, രോഗികളെ പോയി കാണണം. കാര്യം കർത്താവ് പറഞ്ഞതാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ഇവൾ സർക്കാർ ആശുപത്രിയിൽ പോയി കണ്ടു, അതിൻ്റെ സാക്ഷിയൊക്കെ ഉണ്ട്. അത് എന്നെ സംഭവിച്ചാൽ നമ്മൾ രോഗികളെ പോയി കാണണമെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിന്നെ ഇളയമ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, ഇളയമയെ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബൈബിൾ അംഗീകരിക്കത്തില്ല. ഇളയമയാണെന്നൊക്കെ അംഗീകരിക്കും, പക്ഷേ നീ കാണിച്ചതിൻ്റെ അകത്ത് കൃപ, ഇൻകമില്ല, വരുമാനമില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രതിഫലം ആരെങ്കിലും തന്നാൽ ആ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കൊടുത്താൽ അവിടുന്ന് വരുമാനം ഇല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 5:46 മത്തായിയുടെ സുവിശേഷം വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? വട്ടപൂജ്യം. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. അതായത് ഇപ്പം നമ്മളൊരാളിന് ഒരു 100 രൂപ കൊടുക്കണം, നാട്ടിലല്ലേ? എന്നിട്ട് നമ്മൾ ഒരു ഡയലോഗ് ഫിറ്റ് ചെയ്യും. ദൈവവചനം പറയത്തില്ല, നമ്മൾ മാനുഷ്യവചനം പറയും. അത് അകലത്തെ ബന്ധുവിനേക്കാൾ അടുത്ത് കിടക്കുന്ന ശത്രുവാണ് നല്ലത്, അല്ലേ? എന്താണ് പറയണത്? അയൽവാസിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കാശന ഡയലോഗാണ്. എന്താണ്? അകലെ കിടക്കണ കാനഡയിലും അമേരിക്കയിലും കിടക്കുന്ന ബന്ധുവിനേക്കാളും അടുത്ത് കിടക്കുന്ന ശത്രുവാണ് നല്ലത്. ഇത് ദൈവവചനം വല്ലതും ആണോ? നമ്മുടെ കാര്യം കാണാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ഉടായ്പ പരിപാടികളാണത്. ഇതൊന്നും, അതായത് ക്രിസ്ത്യാനി ഇതൊന്നും പറയാൻ ബാധ്യസ്ഥരല്ല. നിങ്ങൾ പരസ്പരം കാണുമ്പോഴേ കർത്താവിൻ്റെ വചനം പറഞ്ഞ് പരസ്പരം അഭിവാദനം ചെയ്യാൻ. സങ്കീർത്തനങ്ങളാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വാക്കാണ്. നിങ്ങൾ പരസ്പരം കാണുമ്പോൾ പരസ്പരം സങ്കീർത്തനങ്ങൾ പറഞ്ഞ് പരസ്പരം അഭിവാദനം ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൃപയിലും മഹത്വം നിറയുമ്പോൾ നമുക്കറിയാതെ വചനങ്ങൾ പറയണം. കാര്യം നിങ്ങളോട് ഇപ്പം തന്നെ കർത്താവ് എന്തുമാത്രം വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ വചനത്തോട് ഒരു ആഭിമുഖ്യം കാണുമ്പോൾ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദ്യം വചനം ചെയ്യുന്ന സംഭവം നമ്മളെ ക്ലീൻനെസ് ആക്കി കളയും, ക്ലീൻ ചെയ്ത് കളയും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന് 5:3 ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ ക്ലീൻനെസ് ഉണ്ടാക്കും. രണ്ടാമത്തത് നമ്മളെ വചനം വിനയപ്പെട്ടത്. വചനം സ്വീകരിക്കുന്നതിന് മുമ്പ് അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് വിഷയം. അതായത് വചനം സ്വീകരിക്കുന്ന മുമ്പ് ഉണ്ടാകേണ്ട ഒരു മാനസിക നിലയാണ് ദാസി. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സെർവൻ്റ് ആകണം. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സെർവൻ്റ് ആകണം. പക്ഷേ എങ്ങനെ സെർവൻ്റ് ആകണം? അതെപ്പോഴും ഉടമ്പടി വിജയിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം കർത്താവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടി വചനത്തിൻ്റെ സെർവൻ്റ് ആകണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെ വചനത്തിൻ്റെ അടിച്ചു തളിക്കറിയാക്കി മാറ്റണമേ. അതാണ് സംഭവം. വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണം. കർത്താവ് പറഞ്ഞ വചനം നിറവേറ്റണം. പക്ഷേ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന ഒരു പാക്കേജ് ഉണ്ടാക്കും. നമുക്ക് കൂടി ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ വചനം നിറവേറ്റിയെടുക്കുന്നത്. വചനം നിറവേറ്റും, പക്ഷേ നമ്മളായിരിക്കും അതിനകത്ത് കക്ഷി, കർത്താവായിരിക്കത്തില്ല കക്ഷി. നമ്മൾ എന്തെങ്കിലും ഇപ്പം ഒന്നുമില്ലേ കിടക്കണ്ട, 100 രൂപയിലേ പോയുള്ളൂ, അവനെ കൊണ്ട് വല്ല കറണ്ടിയാതെ അടപ്പിക്കാവില്ല നാളെ. അല്ലെ പള്ളിയിൽ പോകുമ്പോൾ ഒരു കൂട്ടാകുമല്ല. വലിയ മോരൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് ദാനധർമ്മം ചെയ്യണത്. എന്താണ്? പള്ളിയിൽ പോകുമ്പോൾ ഒരു കൂട്ടാകുമല്ല, വിളിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ അജണ്ട വെച്ച് വചനം നമ്മൾ നിറവേറ്റിയാൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് 5:46 നമ്മൾ വായിച്ചത്. എന്താണ്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലത്തിന്
എന്തവകാശം ഇല്ല. അപ്പം ദൈവത്തിന് നല്ല പ്രതിഫലം വേണ്ടത്, അതിന് നിത്യത വരെ അതിനകത്ത് ഉൾപ്പെട്ട ഒരു വിഷയമാണ്, നിത്യത വരെ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിഫലം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നിത്യസമ്മാനമാണ്. അത് നിത്യസമ്മാനം നമ്മൾ അർഹമാക്കുന്ന ദൈവമഹത്വമാണ്. മഹത്വം നമ്മൾ അർഹമാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ദൈവത്തിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ 5:46 അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് പ്രവൃത്തിയിലൂടെയാണ്. പ്രവൃത്തി എന്ന് പറയുന്നത് മിനിമം അല്ല എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് തരുന്നൊരു നിർദ്ദേശം തന്നാൽ അതിൻ്റെ പകുതിയല്ലേ, നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കണത്. ഇപ്പം കൃപാറോയി എന്താ ചെയ്തത്? ഓരോ വീട്ടിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ചിലവെന്ന് പറയും. ഈ പത്രം കൊടുത്തിട്ട് അവരോട് പറയുന്നതെന്നറിയാമോ? നിങ്ങളിത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം പത്രം വായിക്കാൻ. എന്താ കാര്യം? വചനം പോലെയാണ് അത് പറയേണ്ടത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇവിടുന്ന് എൻ്റെ പ്രസംഗത്തിൽ വല്ല കാലത്ത് കിട്ടിയിട്ടുണ്ട് അത്. പക്ഷേ അവൾക്ക് പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞിട്ട് അവൾ പറയണതാണ്. ആൾക്കാരോട് പറയും അവൾക്ക് കിട്ടിക്കണെന്താ പരിഹാസമാണ്. പക്ഷേ അവൾ പറയണത് എന്താണ്? ഈ പത്രം ഇനി വായിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വായിക്കണം. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലെന്ന് പറയും. നോൺ ക്രിസ്ത്യൻസ് ഒക്കെ പറയത്തില്ലേ ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ല. ഉടനെ വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അതാണ് പരിശുദ്ധ വരെ എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇവൾ സീരിയസ് ആണെന്ന്, സത്യമാണെന്ന്. അതാണ് സത്യം എന്ന് പറയുന്നത്. നീ വിശ്വസിക്കുന്ന കാര്യത്തെ നീ അനുവർത്തിക്കുമ്പോൾ അതാണ് സത്യവിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടേത് വേദവിശ്വാസമാണ്, പലരുടേതും സത്യവിശ്വാസമല്ല, അംഗീകരിക്കത്തില്ല ദൈവം. കാരണം ആ സത്യവിശ്വാസത്തിന് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല, അതാണ് സംഭവം. വിശ്വാസം അതിൽ തന്നെ സത്യമാണ്, പക്ഷേ അത് സത്യവിശ്വാസമായി അത് നമുക്ക് അനുഭവവേദ്യമാക്കുന്നത് നമ്മുടെ സത്യത്തോടെ അതിൽ ഇടപെടുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ മഹത്വത്തിന് 2 ചേരുവകയാണുള്ളത്. എന്താണ്? കൃപയും സത്യവും. യോഹന്നാൻ 1:14 പറയണത് കൃപ മഹത്വത്തിൻ്റെ ചേരുവക എന്താണ്? 2 സംഭവമുണ്ട്, സോഡിയം ഉണ്ട്, ക്ലോറൈഡും ഉണ്ട്, അല്ലേ? ഉപ്പ്, സോഡിയം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്. മഹത്വത്തിൽ എന്തൊക്കെയുള്ളത്? കൃപയുമുണ്ട്, സത്യവുമുണ്ട്. നമുക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സത്യത്തിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പമ്മം, സത്യസന്ധമായിട്ടല്ല. അതല്ല ഈശോ പറയണത്, ആരാധന പോലും എന്ത് പറയും? യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കുന്നത്. അപ്പോഴെന്ത് വിഷയം, അതായത് നീ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് നീ പൂർണ്ണമായിട്ട് ഇവിടെ പത്രം കൊടുക്കാനേ കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കൃപ എന്താ ചെയ്യണത്? ആ പത്രത്തിന് കൂടെ വിശ്വാസ പ്രമാണം കൂടി ചൊല്ലിയിട്ട് വേണം പത്രം വായിക്കാമെന്ന് പറയും. എന്താണ്? അവർ കർത്താവിൻ്റെ കൃപയിൽ വിശ്വാസത്തിൽ വായിച്ചിട്ട് അഭിഷേകം കിട്ടാൻ വേണ്ടിയാണ്. കാര്യം 100 ഏറ്റവും കുറഞ്ഞ ഒരു 100-120 സാക്ഷ്യമെങ്കിലും കാണും. ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന ട്രോളെന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രഭാഷണത്തിലല്ല ട്രോളെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ട്രോൾ എന്താണ്? സാക്ഷ്യത്തിലിട്ടിരിക്കണ ചില ഹെഡിങ്ങിലാണ് ട്രോൾ വന്നിരിക്കുന്നത്, അല്ലേ? ഹെഡിങ് എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളൊരു ഹെഡിങ് കൊടുക്കാനും നമ്മളിവിടെ തന്നെ കൃപാസനത്തിൻ്റെ കുറേ കൃപാസനത്തിൻ്റെ അല്ലാത്ത അൺഒഫീഷ്യലായിട്ട് നാട്ടുകാർ നടത്തുന്ന കുറേ ചാനലുണ്ട്. സ്വന്തമായിട്ട് ചാനൽ നടത്തുമല്ലോ ആൾക്കാർ. അവരെന്നാ ചെയ്തെന്ന് വെച്ചാൽ അവർ ഈ സാക്ഷ്യം എടുത്തിട്ട് അവരുടെ ഹെഡിങ് കൊടുക്കും. അപ്പോൾ ആ ഹെഡിങ് പലപ്പോഴും സബ് സ്റ്റാൻഡേർഡായി പോകും. നമുക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന ഹെഡിങ്ങാണ് വരണത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യരുത്. അഥവാ ആരെങ്കിലും സ്വന്തം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കൃപാസനത്തിൻ്റെ ഒരു സ്റ്റഫ് എടുക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ആ ഹെഡിങ് തന്നെ കൊടുക്കാവൂ. ഞങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം മാനസാന്തരപ്പെട്ട് ഹിന്ദു മാനസാന്തരപ്പെട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചവർ സാധനങ്ങളാണ്. അതൊന്നും ആ കൃപാസനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ തേനിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ താഴെ കമൻറ്റ് ചെയ്ത് നോട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃപാസന ആധ്യാത്മികയുടെ ഭാഗമല്ലെന്ന് ആ തേനിൻ്റെ ഒരു വിഷയം സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചതിനുമേ അത് ഏത് ചാനലിൽ നിന്നാണ് വന്നെന്ന് നോക്കിയിട്ട് ഞാൻ താഴെ ഉടനെ കമൻറ്റ് ചെയ്തു, ദിസ് ഈസ് നോട്ട് ദ സ്പിരിച്വാലിറ്റി ഓഫ് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അല്ല ഇത്. ഇങ്ങനെയുള്ള തേനൊഴുകി പാലൊഴുകി അങ്ങനെയൊക്കെ പറയുന്ന ഒരു ആധ്യാത്മികതയല്ല. നമുക്ക് ഹെബ്രായർ 6:1 ആധ്യാത്മികത. അതായത് വിശ്വാസത്തിൻ്റെ ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നമ്മുടെ ലക്ഷ്യം അനുഗ്രഹമല്ല, കൃപയാണ്. കൃപയെ ആർജിക്കാൻ പറ്റിയ മാർഗങ്ങളാണ് ഉടമ്പടി നമുക്ക് നടപ്പിൽ വരുത്തുന്നത്. പക്ഷേ ഞാനിട്ട കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവരത് തന്നെ പിന്നെയും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നാ പറ്റി? അത് വെച്ചാണ് മറ്റുള്ള ആൾക്കാർ കൃപാസനത്തിനെ ആക്രമിക്കുന്നത്. കണ്ടില്ലേ? പിശാച് പ്രവർത്തിക്കുന്ന രീതി കണ്ടില്ലേ? അപ്പോൾ സാത്താന് അവസരം കൊടുക്കരുത്. അത് കർത്താവ് പറഞ്ഞ് ശരിയാണ്. നിങ്ങളായിട്ട് അവസരം കൊടുക്കരുത്. 4:27 വായിച്ചേ, ഹെബ്രായ ലേഖനം, അല്ല എഫെസ്യൻസ്. ശ്രുതികട്ടെ 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അത് അവസരം കൊടുക്കരുത്. അപ്പം അത് സത്യസന്ധമായ സംഭവം തരുമ്പോൾ നിങ്ങളതിനെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ രീതിയിലാക്കി കഴിയുമ്പോൾ സാത്താൻ അതിന് അവസരമായിട്ട് മാറും. അവരാരെങ്കിലും കൂടി ഇപ്പോൾ ട്രോളുന്നവരെ ഒന്നും ഞാൻ പറയത്തില്ല. ഐ ആം സോ ഹാപ്പി ടു റിസീവ് ഇറ്റ്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി ആൾക്കാർ കർത്താവിനെ അറിയും. ഏതായാലും അവർ
എതിരെ കൃപാസനത്തിന് പറയുമ്പോഴും അത് കേൾക്കുന്നവർ കൃപാസനം എന്താണെന്ന് നോക്കുമല്ലോ. നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണുന്നത് എന്താണ്? 10,000 ദൈവാനുഭവങ്ങളല്ലേ കാണുന്നത്. അപ്പോൾ അവരപ്പോൾ വന്നിട്ടില്ലെങ്കിൽ എപ്പോഴായാലും കൃപാസനത്തിൽ അവർ വരും. അവർക്കൊരു സങ്കടകാലം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇന്ന് ഓടിക്കയറാൻ പറ്റിയ ഒരു മഴയും ഒരു തീക്കാറ്റുമൊക്കെ വന്നാൽ കയറി നിൽക്കാൻ പറ്റിയൊരു ഇടമായി മാതാവിനെ ഉയർത്തിയില്ലേ. കാര്യം എന്താണ്? അമ്മ അതിൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും ആൾക്കാർ സഞ്ചാരി മാതാവെന്ന് വിളിച്ചല്ലേ പ്രാർത്ഥിക്കുന്നത് ഓരോ സങ്കട സമയത്തെല്ലാം. കാര്യം എന്താണ്? അവരുടെ സ്പോട്ടിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അമ്മ എത്തിപ്പെടുന്നത്. പക്ഷേ അമ്മ എത്തിപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അമ്മ എത്തിപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. 13 എപ്പോഴും പറയണം. 33:14 പുറപ്പാടിൻ്റെ പുസ്തകം, അതുപോലെ ജോഷുവ 1:9. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അമ്മ ഈശോയുടെ നാമത്തിൽ ഈശോയുടെ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ, അമ്മയുടെ മധ്യസ്ഥ ഉടമ്പടി ചെയ്യുമ്പോൾ മാതാവ് എവിടെയാണ് നിനക്ക് ആവശ്യം അവിടെ ആ സാന്നിധ്യം അറിയിക്കും. അത് ജോസഫ് നബീൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണത്. ജോസഫ് നബീൻ്റെ സാക്ഷ്യത്തിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇവള് ഈ കൃപാറോയി ഈ വിഷയം എല്ലാം ദൈവത്തിന് മനസ്സിലായില്ലേ, സത്യസന്ധമായിട്ടാണ് ഇവളെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന്. അങ്ങനെ വന്നാൽ എന്താ പറ്റുമെന്നറിയാവോ? അത് ഈശോ പറഞ്ഞതാണ്. ഈശോ പറഞ്ഞല്ലോ, അതായത് നിങ്ങളോട് 1 മൈൽ ദൂരെ പോകാൻ നിങ്ങളോട് നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ അതാണ് സംഭവം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളത് മിനിമൈസ് ചെയ്യരുത്. അതാണ് ഞാൻ കരുണക്കൊന്തക്കെതിരെ സംസാരിക്കുന്നത്. അതായത് ഒരു അപ്ഡേഷൻസ് സഭയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി റേഞ്ചുള്ളതായിരിക്കണം, അല്ലാതെ ഉള്ളത് കൂടി ഇല്ലാണ്ടാക്കരുത്. കരുണക്കൊന്ത എന്ന് പറയുമ്പോൾ കൊന്തയാണ്, പക്ഷെ നിങ്ങളത് നമ്മളുടെ സമ്പൂർണ്ണ ജപമാലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ദാറ്റ് ഇസ് നോൺ സെൻസ്. അതായത് സമ്പൂർണ്ണ ജപമാലയില്ലേ, അതിനകത്താണ് രക്ഷാകരമായ ഫുൾ രഹസ്യങ്ങളുള്ളത്. കണ്ണക്കൊന്തയിൽ പാഷൻ മിസ്റ്റേഴ്സ് ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചോദിക്കുന്ന ഒറ്റ വിഷയം അത് കൈകാര്യം ചെയ്യുന്നുള്ളതിൻ്റെ അകത്ത്. അപ്പോൾ അത് സമ്പൂർണ്ണ ജപമാലയ്ക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കണ്ണക്കൊന്ത. പക്ഷേ സമ്പൂർണ്ണ ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അങ്ങനെ വന്നാൽ വീണ്ടും സാത്താൻ അവസരമാകും. സഭ ഇത്തിരി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ ഇത്തിരി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം കർണക്കൊന്ത തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കർണക്കൊന്തക്കാരല്ല, ഈ ജപമാല മാറ്റിയിട്ട് കർണക്കൊന്ത മാത്രമാക്കിയ ആൾക്കാർ ഒന്ന് വീണ്ടും വിചാരം നടത്തേണ്ടതാണ്. ശ്രുതികടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 5:41 ലൂക്ക് മത്തായി ശ്ലീഹാ സുവിശേഷം 5:41. ശ്രുതികടെ ഹല്ലേലൂയ. 1 മൈൽ ദൂരെ പോകാൻ പറഞ്ഞ 1 മൈൽ ദൂരെ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. 1 മൈൽ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും 1/2 മൈലാണ് പോകുന്നത്. അതാണ് പ്രശ്നം. ഇപ്പോൾ കൃപാറോയി എന്താ ചെയ്തത്? 10 മാസം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അത് 3 കെട്ടാക്കി. പിന്നെന്താണ്? വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് അവൾ ഉണ്ടാക്കിയതാണ്. അവളുണ്ടാക്കിയ വേറെ ഒരു കാര്യമുണ്ട്. അത് ഒരു ഉടമ്പടി നിലനിൽക്കുമ്പോൾ തന്നെ അവൾ സ്വകാര്യമായി കർത്താവുമായിട്ട് വേറൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ പച്ച പേപ്പർ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ആത്മവിശുദ്ധീകരണത്തിനും പ്രാർത്ഥന ഫലത്തിനും വേണ്ടിയതും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ആ ഉടമ്പടി എന്തുമാത്രം ഹരിച്ച് ഗുണിച്ചും കൂട്ടിയും കുറച്ചുമൊക്കെയാണ് കൃത്യമായിട്ട് നോക്കണത്. ചിലർ ആ ഉടമ്പടി പത്രം വായിച്ചു പോലും നോക്കത്തില്ല. അതൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് ഈ 5:41 വെച്ചാണ്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവത്തോടെ സ്നേഹത്താൽ നിങ്ങളതിൻ്റെ കൂടുതലാണ് ചെയ്യേണ്ടത്, കുറച്ചല്ല ചെയ്യേണ്ടത്, കൂടുതലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നെവിൻ ജോസഫിൻ്റെ സാക്ഷ്യം അതാണ് ചെയ്യണത്. എന്താണ്? അതായത് എല്ലാ സ്ഥലങ്ങളിലും ഈ മനുഷ്യൻ പോയി തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പരിശുദ്ധ പ്രവർത്തനം എക്സാമിനർ വരെ കൊടുത്തിട്ടാണ് എക്സാം ഹോളിൽ കയറണത്. എക്സാമിനർ സാറേ ഇത് വായിക്കും, സൂപ്പർ സംഭവമാണ്. ഈശോ ആരാണെന്ന് മനസ്സിലാവുന്ന എക്സാം ക്ലാസ്സിൽ എഴുതാൻ കയറാൻ പോയി രണ്ടാമത്തെ പരീക്ഷ കയറാൻ പോകുമ്പോൾ എക്സാമിനൊരു പരീക്ഷ പത്രം കൊടുക്കും. അതായത് അഭിഷേകം ധൈര്യമായിരിക്കും മനുഷ്യനെ. അത് വായിക്കുന്നത്. ഇപ്പോൾ കൃപാസനം പത്രം എന്തുമാത്രം ഭാഷയിലുണ്ട്. ഇപ്പോൾ ഇറ്റാലിയനുണ്ട് അല്ലേ, ഹിന്ദിയുണ്ട്, മറാഠിയുണ്ട്, തമിഴുണ്ട്, ആന്ധ്ര, പിന്നെ പുതിയ ഭാഷയിലൊക്കെ പത്രം വരാൻ പോകുന്നുണ്ട്. കാരണം ആർക്കെങ്കിലുമൊക്കെ മറ്റു ഭാഷയിലുള്ളവർക്കൊക്കെ ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെ കൃപാസനം പത്രം ചെയ്യണം തോന്നിയാൽ നിങ്ങൾ പത്രം എടുത്ത് വെച്ച് കറക്റ്റ് ചെയ്ത് DTP ചെയ്ത് ഇങ്ങോട്ട് തരിക. ഞങ്ങൾ വേറെ ഇതിൻ്റെ ഭാഷയുടെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ കറക്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ പോർട്ടുഗീസിലൊക്കെ കൃപാസനം പത്രം വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും. കാര്യം ഇത് നമുക്കറിയാവില്ല, സമയം കടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവിൻ്റെ മെസ്സേജാണ് ഇന്ന് ഉടമ്പടിയായി ലോകം മുഴുവനും പ്രചരിക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ നിൽക്കേണ്ട വിഷയമല്ല.
സാർവത്രിക സഭ മാർപ്പാപ്പ ഈ വിഷയം ഏറ്റെടുത്ത് പന്തിഫിക്കൽ കമ്മീഷനെ കൊണ്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കമ്മീഷൻസ് പഠിച്ചിട്ട് റിപ്പോർട്ട് പോകണം. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള വലിയ അടയാളങ്ങൾ ദൈവം നമുക്ക് തരണം. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ത്യാഗം അനുഭവിക്കണം, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും കൂടുതൽ ത്യാഗം അനുഭവിക്കണമെന്ന് പറയാൻ കാര്യം ഇതാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മ തന്ന ഉടമ്പടിയുടെ മർമ്മമായ മാതാവിന്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാനും ലോക സമൂഹത്തോട് ദൈവത്തിന്റെ തിരുമനസ് ഈ വർത്തമാന കാലത്തെ തിരുമനസ് വെളിപ്പെടുത്തുവാൻ എന്നെ സ്വർഗത്തിന്റെ തിരുമനസിന്റെ ഉപകരണമാക്കണമേ. പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചു.